ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഡിസംബർ 18 മുതൽ 24 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പയൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഫസ്റ്റ് വന്നിട്ട് ആസ്ക് ഫോർ ഹെൽപ്പ്, സെക്കൻഡ് വന്നിട്ട് മാനിഫെസ്റ്റേഷൻ, തേർഡ് വന്നിട്ട് ഫ്ലറിഷ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ്, ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ടുള്ളൊരു മെസ്സേജാണ്. ഇവിടെ വന്നിട്ട് പറയുന്നത് ഏഞ്ചൽസ് ആർ സെലസ്റ്റിയൽ ബീയിങ്സ് ഹു പ്രൊട്ടക്ട്സ് എവ്രി വൺ ആൻഡ് ദ ഫെയറീസ് സേ നൗ ഇസ് ദ ടൈം ഫോർ യു ടു ആസ്ക് ഫോർ ഏഞ്ചലിക് അസിസ്റ്റൻസ്. മെയിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഈശ്വരനെ കുറച്ച് സമയം ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രയറോട് കൂടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്സിലായിരിക്കാം. ചിലപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സീക്രട്ട് അഡ്മയറർ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് അബണ്ടൻസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന സമയത്തും കറക്റ്റായിട്ട് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വീകരിക്കാനായിട്ട് ഈ ഒരു വീക്ക് റെഡിയാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. പയൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് ഏസ് ഓഫ് മെറ്റീരിയൽസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. രണ്ടും പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് നിങ്ങളുടെ റിസോഴ്സസ്, ഓക്കെ, നിങ്ങൾക്ക് എത്ര അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചിട്ടൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകാനായിട്ടാണ് ആദ്യം ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് കുറച്ച് പേരോട് ഇവിടെ നിങ്ങളുടെ സേവിങ്സ് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിസിനസ് ആയിരിക്കാം, എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കാം, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താനായിട്ട് കുറച്ച് പേര് ഒരു സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളത് കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ട് ദ വേൾഡ് കോസ്മോസ്, വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ്. ഈ ഒരു വീക്ക് ചിലപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുപാട് അല്ലെങ്കിൽ വേൾഡിൻ്റെ എനർജി, കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജി ചിലപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതും കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, കുറേ നാളായിട്ട് അത് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയും കുറച്ച് പേരെ ഈ ഒരു വീക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം ഇമോഷണലി. ഓക്കെ, അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ കുറേ നിങ്ങളുടെ ആ ഒരു എനർജി കുറേയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹെർമിറ്റ് വന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, തനിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ ഇൻസ്പിറേഷൻസ്, പുതിയ ഐഡിയാസ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾ കാര്യമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഏസ് ഓഫ് ഇൻസ്പിറേഷൻ വന്നിട്ട് ഏസ് ഓഫ്
വോൺസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്ക് അഗെയിൻ നിങ്ങളുടെ സ്പിരിച്വൽ ടീം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് 8 ഓഫ് ഇമോഷൻസ്, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു വീക്ക് കുറച്ച് പേർക്ക് പേഷ്യൻസ്, എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത ഇമോഷൻസ്, സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് പോണ സമയത്ത് നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, ഷാഡോ ഹീലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടവർ. കുറച്ചുകൂടെ കെയർഫുള്ളാകുക നിങ്ങളുടെ മണി ഡീലിങ്സിൽ. അതുപോലെ തന്നെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ സെറ്റ് ബാക്ക്സ്, എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തളരാതിരിക്കുക. കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കരിയർ ഗൈഡൻസ് നോക്കാം. താങ്ക് യു. 2 ഓഫ് ഇൻസ്പിറേഷൻ. ചിലപ്പോൾ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകാം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ക്രിയേറ്റീവ് ഫീൽഡിൽ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒത്തിരി സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെസ്സേജ് നോക്കാം. Thank you. Pile number 1. Unexpected outcome. Things didn't go the way I planned. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ മുന്നോട്ട് സംഭവിക്കണം എന്നില്ല. എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടാകാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ബ്രോക്കൺ. ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. പാസ്റ്റിൽ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ, ഒരു സൊല്യൂഷൻ നിങ്ങളുടെ അടുത്തോട്ട് ഈ ഒരു വീക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള അഡ്വൈസ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ നിന്നിട്ടായിരിക്കാം, മുതിർന്ന വ്യക്തികളിൽ നിന്നിട്ടായിരിക്കാം, ഓക്കെ, ഗുരുക്കന്മാരിൽ നിന്നിട്ടായിരിക്കാം. അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പയൽ നമ്പർ 1. ബ്ലെസ്സിങ് എന്താ നോക്കാം പയൽ നമ്പർ 1ൻ്റെ ഈ ഒരു വീക്ക്. ഫുൾ മൂൺ ഇൻ സ്കോർപിയോ. ബ്രീത്ത് ത്രൂ ദിസ് ടെൻഷൻ. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലെസ്സിങ് എന്താണ് പയൽ നമ്പർ 1ൻ്റെ. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ. എഗെയിൻ സ്കോർപിയോയുടെ എനർജിയാണ് വന്നേക്കുന്നത്.
ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൂത്ത്, സത്യം നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മുന്നോട്ട് വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ പേടി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ചും കൂടെ ധൈര്യമായിട്ട് പോസിറ്റീവായിട്ട് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നോക്കാം നമുക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ്സ് എന്താണ്. ഇവിടെ വന്നിട്ട് ബട്ടർഫ്ലൈ ആണ്. ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡിയറിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ സ്പോർട്സിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ പങ്കുചേരുന്നുണ്ടെങ്കിൽ അവിടെ വിജയം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി അഭിമാനം കൊള്ളാനായിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള ആ ഒരു സൈഡ്, സ്പിരിച്വൽ സൈഡ്, അവിടെയും ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഹംസയാണ്. ഒത്തിരി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 3 ഓഫ് കപ്സിൻ്റെ എനർജി. ഒത്തിരി സെലിബ്രേഷൻ, എക്സൈറ്റ്മെൻറ്റ്, ഒത്തിരി ആഘോഷിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതാണ്. 9 ഓഫ് കപ്സ് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഡീപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വീക്ക് പോസിറ്റീവായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ ഇല്യൂഷൻ, മായയിൽപ്പെട്ടിട്ട് എന്താ പറയുക, ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ലാതെ നിങ്ങൾ നിന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്. ബി വെരി ഹോണസ്റ്റ് ആൻഡ് ക്ലിയർ അബൌട്ട് വാട്ട് യു വിഷ് ടു മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ്. നൗ റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ. മാനിഫെസ്റ്റേഷൻ സ്റ്റെപ്പ് 1. അപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങൾ മെയിനായിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ വ്യക്തത വരുത്തുക, ക്ലാരിറ്റി വരുത്തുക, നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ലൈഫിൽ വേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് ട്രൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടെംപ്റ്റേഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ കുറച്ച് പേർക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, പൈൽ നമ്പർ 2. കണ്ടോ, ഡെവിൾ, ടെംപ്റ്റേഷൻ്റെ എനർജി. പേജ് ഓഫ് ഇൻസ്പിറേഷൻ, പേജ് ഓഫ് വോൺസിൻ്റെ എനർജി. നിങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ എൻവയറമെൻറ്റ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരിക്കാം. അതുകൊണ്ടിട്ട് ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് മെറ്റീരിയൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കുറച്ചും കൂടെ ഇവിടെ പേജ് ഓഫ് ഇൻസ്പിറേഷൻ വന്നിട്ട് കുറച്ചും കൂടെ സ്പിരിച്വൽ സൈഡിലും കൂടെ കുറച്ചും കൂടെ നിങ്ങളോട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. നിങ്ങൾക്ക് ഒത്തിരി മാനിഫെസ്റ്റേഷൻ ലഭിക്കും, ഒത്തിരി പോസിറ്റീവ് റിസൾട്ട് ലഭിക്കും. പക്ഷേ ആ ഒരു സമയത്ത് കുറച്ചും കൂടെ അതിൻ്റെ സ്പിരിച്വൽ സൈഡ്, ആത്മീയമായുള്ള വശങ്ങൾ കൂടി കുറച്ചും കൂടെ നിങ്ങളോട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത്, നിങ്ങൾ സക്സസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാത്ത്,
ഓക്കെ, സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് പാതയാണ് ചൂസ് ചെയ്യുന്നത്, എന്ത് ആക്ഷൻസാണ് നിങ്ങൾ ഇടുന്നത്, അതെല്ലാം പോസിറ്റീവായിട്ടിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ചും കൂടെ അതിൻ്റെ സ്പിരിച്വൽ വശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പയൽ നമ്പർ 2. സിക്സ് ഓഫ് മെറ്റീരിയൽ, പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. 3 ഓഫ് വോയിസസ്, 3 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ 3 ഓഫ് സോഡ്സ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു വീക്ക് മറ്റുള്ളവരുടെ സ്റ്റോറി, അവരെന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ, ഒത്തിരി ദുഃഖം നിറഞ്ഞ പാത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകാം പാസ്റ്റിൽ. അതെല്ലാം തരണം ചെയ്തിട്ട് ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി പീസ് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ ആ ഇൻസെക്യൂരിറ്റീസൊക്കെ കളഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാകാം. ആ സ്റ്റോറീസ് ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു വീക്ക് ഇൻസ്പയർ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ തന്നെ കഥയായിരിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട്, ഒരു പ്രചോദനമൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 6 ഓഫ് മെറ്റീരിയൽസ് വന്നിട്ട് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയാണ്. കുറച്ചും കൂടെ നിങ്ങളൊരു ആ ഒരു മനോഭാവത്തിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി പിങ്ക് റോസസ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ ഫെമിനിൻ എനർജിയിൽ, കുറച്ചും കൂടെ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. താങ്ക് യു. ഓക്കെ, ഇവിടെ അവേക്കനിങ് ആണ് വന്നേക്കുന്നത്, നമ്പർ 20. ചിലപ്പോൾ ഈ ഡിസംബർ 20th വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ടീം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അവേക്കനിങ് കൊണ്ടുവരാനായിട്ട്, പാസ്റ്റിലുള്ള പല എനർജീസ് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഹേർട്ട് സ്പേസ്, നിങ്ങളുടെ ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് അത് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഉണ്ടാകാം. നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളുടെ ഇമോഷൻസ് ത്രൂ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് മ്യൂസ് ഓഫ് ഇൻസ്പിറേഷൻ, കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. താങ്ക് യു. ടെമ്പറൻസ്, ബാലൻസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ സൈഡ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് വയ്ക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പുതിയ പുതിയ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് അത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പേടിച്ചിട്ട് പിന്മാറാതിരിക്കുക. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി, നന്മ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു മിനിറ്റ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ടുള്ള മെസ്സേജ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 2, മണി ഫിനാൻസ്, പയൽ നമ്പർ 2. ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. പാസ്റ്റിൽ ഒത്തിരി നാളായിട്ട് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇത് കരിയറിൽ കുറച്ച് പേർക്ക് ചേഞ്ച് വരുന്നുണ്ടാകാം. ആ ഒരു പാത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ ഗെയിൻ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ചേഞ്ചസ് വരുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കരിയറിൽ നോക്കാം. ഫയൽ നമ്പർ
2 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഒത്തിരി ഗോൾഡ് ഫിഷ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു വീക്ക് ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. നിങ്ങളുടെ കരിയറിലൊരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, അതുവഴി മെറ്റീരിയൽ അബണ്ടൻസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ ഈ ഒരു വീക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു അവസരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെസ്സേജ് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. ഈഗോ. I let my pride get in the way of our connection. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഈഗോ കടന്നു വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടാകാം. എല്ലാവരുടെയും ഹാപ്പിനെസ്, എല്ലാവരുടെയും സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മുൻഗണന കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്തെല്ലാം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു. ഹാബിറ്റ്സ്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഹാബിറ്റ്സ് വന്നിട്ട് നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ആയിരിക്കാം, അവർ സ്വയം ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലെസ്സിങ് നോക്കാം. പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ് എന്താണ്? ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ. പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റീസ്. ഓക്കെ, ക്യാൻസർ വന്നിട്ട് കുറച്ചൊരു ഇമോഷണൽ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. ഓക്കെ, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള എനർജി ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ലിയോ. ലൈറ്റൻ അപ്പ്. കുറച്ചും കൂടെ ഒരു പ്ലേഫുൾ എനർജി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഹാപ്പിനെസ് നൽകുന്ന, സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഈ ഒരു വീക്ക് സംഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അത് എന്താ പറയുക, അധികം ടെൻഷൻസ് ഒന്നുമില്ലാതെ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ്സ് എന്താണ് ഈ ഒരു വീക്ക്? താങ്ക് യു, താങ്ക് യു. പൈൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് ഇംപെർഫെക്ഷൻസ്. ഓക്കെ, നിങ്ങൾ പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻ പെർഫെക്റ്റ് അല്ല, അങ്ങനത്തെയൊക്കെ വിഷമങ്ങളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ആങ്കറാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് മറൈനിൽ അല്ലെങ്കിൽ വാട്ടർ, ഷിപ്പ്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു സെക്യൂരിറ്റി, കുറച്ചും കൂടെ ഒരു സേഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സീയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ക്രൗൺ ആണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഹോണർ, റെസ്പെക്റ്റ് അതെല്ലാം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി എല്ലാവരുടെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് ലീഫാണ്. ചിലപ്പോൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, വളർച്ച കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ട്രീ ആണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നതാണ്.
അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നിട്ട് ആൻസിസ്റ്റേഴ്സിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഫെദറാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ, എഴുതാനൊക്കെ കഴിവുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഫ്ലറിഷ് ആണ്. മെസ്സേജ് വന്നിട്ട് ദ ലോട്ടസ് ഫ്ലവർ ഫെയറി tells you to learn from experience and shed your inner light on any unclear areas of your life or those of others. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോട്ടസ് ഫ്ലവർ നമുക്കറിയാം, അത് ചെളിയിലാണ് വളരുന്നത്. പക്ഷേ അതിൻ്റെ സിറ്റുവേഷൻ, അതിൻ്റെ സറൗണ്ടിങ്സ് ഒന്നും ആ ഒരു ഫ്ലവറിനെ എഫക്റ്റ് ചെയ്യാറില്ല. ആ പൂ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്കത് കാണാനായിട്ട് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള പൂജകളിലെല്ലാം നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. അതിനൊരു ഹൈ പൊസിഷൻ, ഒരു എന്താ പറയുക, ഒരു വൈബ്രേഷൻ്റെ എനർജിയാണ് നമ്മൾ ലോട്ടസ് ഫ്ലവറിന് നൽകുന്നത്. ആ ഒരു മെസ്സേജ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റുപാട് എന്തുമായിക്കോട്ടെ, സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ, നിങ്ങൾ ലോട്ടസ് ഫ്ലവറിനെ പോലെ എന്താ പറയുക, ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ഈ ഒരു പെൺകുട്ടി വന്നിട്ട് എന്താ പറയുക, ഈ ഒരു ചെളി കൂടെ നടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമുക്കറിയാൻ പറ്റും, നമ്മൾ ചെളിയിൽ നടക്കുന്ന സമയത്ത് ആ വാട്ടറെല്ലാം ഒന്ന് എന്താ പറയുക കലങ്ങും അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ പല പല സിറ്റുവേഷൻസ് പൊങ്ങി വരുന്നുണ്ടാകാം, റീസർഫസ് ചെയ്യുന്നുണ്ടാകാം. പാസ്റ്റിലെ മെമ്മറീസ് ചിലപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ സമയത്തെല്ലാം ഈ ഒരു താമരപ്പൂവിനെ പോലെ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജി വരട്ടെ, അതിനെ നിങ്ങൾ ഡിനൈ ചെയ്യാതിരിക്കുക, അത് നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പൈൽ നമ്പർ 3. താങ്ക് യു. പൈൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും സംഭവം, അതിൻ്റെ ട്രൂത്ത്, അതിൻ്റെ സത്യം മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീക്കിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആക്ഷൻസ്, അതെല്ലാം ഒരു ബാലൻസിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അത് ഈ ഒരു വീക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്താ പറയുക, അതിലാണ് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്തതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ എനർജി കുറച്ചൊരു ലോ വൈബ്രേഷനിലോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മനസ്സിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് നൈറ്റ് ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ ഒത്തിരി ഫെമിനിൻ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി നർച്ചറിങ് എനർജിയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മദർലി എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവാനായിട്ട്, കുറച്ചും കൂടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, സൗന്ദര്യം കുറച്ചും കൂടെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതാണ്. ആ ഒരു ഇമോഷണൽ കൂടെ കുറച്ച് പേര് കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മെറ്റീരിയൽ അബണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒത്തിരി എന്താ പറയുക, ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് ഒത്തിരി ഇൻസ്പിറേഷൻ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു സ്റ്റെപ്പ്
നടന്ന് കയറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ ഒത്തിരി സക്സസ്സിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒത്തിരി സക്സസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ആൻഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീമിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ ഹീലിംഗ് ജേർണി കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സൈൻസ് ആൻഡ് സിമ്പിൾസ് ഈ ഒരു വീക്ക് കാണുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം ഡിവൈനിൽ നിന്നിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു സപ്പോർട്ടാണ്, ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എയ്റ്റ് ഓഫ് ഇമോഷൻസ്, ലെറ്റ് ഗോയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും ഷാഡോ വർക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ എന്തെങ്കിലുമൊക്കെ പേടി കൊണ്ടിട്ട് അത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഷാഡോ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും, അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റിസിൻ്റെ എനർജി, നീതിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ജസ്റ്റിസിൻ്റെ ആ ഒരു പാത്തിലായിരിക്കാം സഞ്ചരിക്കുന്നുണ്ടാകുക, പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ളവർ അത് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അപ്പോൾ നിങ്ങളെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാകാം, നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടാകാം. പക്ഷെ ആ സമയത്തൊന്നും നിങ്ങൾ പേടിക്കാതിരിക്കുക. നിങ്ങൾ സത്യത്തിൻ്റെ, നീതിയുടെ ആ ഒരു പാത പിന്തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത ഇമോഷൻസ്, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ കാണാതിരിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, കഴിവുകളുണ്ട്. എത്രയൊക്കെ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ ഗൈഡൻസ് നോക്കാം. പൈൽ നമ്പർ 3. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ അവസരങ്ങൾ വരണ സമയത്ത്, ഓപ്പർച്യൂണിറ്റീസ് വരണ സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ റെഡിയാകുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സറൗണ്ടിങ്സ്, നിങ്ങൾ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അതിലും ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹയർ ലേണിംഗ് ആവശ്യമുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരോട് അത് നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു കരിയർ ഗൈഡൻസ് നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വൈസ് നോക്കാം. 6 ഓഫ് വോയിസ്, അതായത് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോട് ഇവിടെ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുകയാണ്, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ഓവർകം ചെയ്യാനായിട്ട്, ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതിന് പകരമായിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. അപ്പോൾ കുറേ കൂടെ നിങ്ങൾ പാസ്റ്റിൽ നിന്നിട്ട് ലെസൺസ് ലേൺ ചെയ്തിട്ട്, പാസ്റ്റിൽ നിങ്ങൾ ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകാം. എങ്ങനെയൊക്കെ അത് ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മളത് മുന്നോട്ട് പോകണം, ആരെ വിശ്വസിക്കണം, ആ ലെസൺസ് നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാകാം. അതും മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ മടിക്കാതിരിക്കുക. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യലി നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കും, ആ കാര്യങ്ങളിൽ മാത്രം കമ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ. നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കാം.
ഫസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. പൈൽ നമ്പർ 3 എന്ത് ഗൈഡൻസ് ആണുള്ളത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്? I am afraid it's too late to take action. ഓക്കെ, ഇത് അഗെയിൻ വന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ട് ചെയ്യേണ്ട ആക്ഷൻസ് നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. ഓക്കെ, സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇനി എനിക്ക് സാധിക്കുമോ അങ്ങനെ പേടിച്ച് വിഷമിക്കാതിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് നോക്കാം. താങ്ക് യു. വാവ്, ന്യൂ ചാപ്റ്റർ, ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ഒരു പ്യൂരിഫിക്കേഷൻ എനർജി, ഒരു ഡീടോക്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലെ ആ ഒരു എനർജി എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ഒരു വേർഷൻ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാകുന്നതാണ്. നിങ്ങളുടെ നെക്സ്റ്റ് ബ്ലെസ്സിങ് നോക്കാം ഈ ഒരു വീക്ക്. പൈൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു വീക്ക്? പൈൽ നമ്പർ 3 ബ്ലെസ്സിങ്. താങ്ക് യു. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ കാപ്രിക്കോൺ, അൺലീഷ് യുവർ കൈൻഡസ്റ്റ് സെൽഫ്. ഈ ഒരു വീക്ക് കുറച്ചും കൂടെ നിങ്ങളൊരു ഫ്രീഡത്തിൻ്റെ എനർജിയിലോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ നിങ്ങളെ തന്നെ ഒരു റിസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കുറച്ചും കൂടെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് റെഡിയാകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മെൻ്റലി എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കുന്നതാണ് ഈ ഒരു വീക്ക്. നെക്സ്റ്റ് ബ്ലെസ്സിങ് എന്താണ്? പൈൽ നമ്പർ 3 നോ യു ആർ ലൗഡ്, ന്യൂ മൂൺ ഇൻ ലിബ്ര. ഓക്കെ, ഒത്തിരി സ്നേഹത്തിൻ്റെ എനർജി, ഒത്തിരി സപ്പോർട്ടിൻ്റെ എനർജി എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കുറച്ചും കൂടെ ശാന്തമായിട്ട്, കുറച്ചും കൂടെ സമാധാനമായിട്ടൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. പൈൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ് എന്താണ്? നമുക്ക് ചാംസ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3 ബ്ലെസ്സിങ്. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് ഒത്തിരി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് സോഡ്സ് വന്നിട്ട് എഗെയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഇല്യൂഷൻ, മായ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സഫോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഇല്യൂഷൻസ് എല്ലാം മറികടന്നിട്ട് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. നൈറ്റ് ഓഫ് വാൻസ്, കുറേ കൂടെ പാഷൻ, കുറച്ചും കൂടെയൊക്കെ ലൈഫിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഒത്തിരി സക്സസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ആങ്കർ വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇത് സ്റ്റെബിലിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ മറൈൻ, സീ, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കരിയർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ബാറ്റാണ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പഴയ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ക്രോസ് വന്നിട്ടുണ്ട്. ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ ഫൊർഗീവ് ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വീക്കായിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഇവിടെ വന്നിട്ട് ബലേറിയാണ്. ഡാൻസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ഓക്കെ, എന്തുമാകാം. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഒത്തിരി സക്സസ്, ഒത്തിരി അച്ചീവ്മെൻ്റ് എല്ലാം നേടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ ആണ് വന്നേക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.